ഇപ്പോൾ പി ജയരാജൻ സിപിഎം നേതാവ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ പി ജയരാജൻ, കഴിഞ്ഞ കുറച്ചു മണിക്കൂറുകൾ ഒരു തെരുവ് യുദ്ധമായിരുന്നു തലസ്ഥാന നഗരിയിൽ കണ്ടിരുന്നത്. താങ്കൾ കണ്ടുകാണുമെന്ന് കരുതുന്നു, ദൃശ്യങ്ങളിലൊക്കെ കണ്ടുകാണുമെന്ന് കരുതുന്നു. കൈരളി വാർത്താ സംഘത്തിന് നേരെയും രാഹുൽ മാങ്കൂട്ടത്തിൽ കയർത്ത് സംസാരിക്കുകയും ഭീഷണി സ്വരത്തിൽ സംസാരിക്കുകയും ഒക്കെ തന്നെ ചെയ്തിരുന്നു. സതീശന്റെ നേതൃത്വത്തിലായിരുന്നു ഇതെല്ലാമെന്നും കരുതുന്നു. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? സുധാകര സതീശ സംഘം മുൻകൂട്ടി ആസൂത്രണം ചെയ്ത പരിപാടിയാണ്. കാരണം ഈ നവകേരള സദസ്സ് പുറപ്പെട്ടപ്പോൾ തന്നെ പ്രകോപനമുണ്ടാക്കാനുള്ള ഒട്ടേറെ പരിശ്രമങ്ങൾ നടത്തുകയുണ്ടായി. കാസർഗോഡ് ജില്ല വിട്ട് കണ്ണൂർ ജില്ലയിലെ കല്യാശ്ശേരി മണ്ഡലത്തിൽ എത്തിയപ്പോഴാണ് ആദ്യത്തെ പ്രകോപനം ഉണ്ടായത്. അവിടെ വാഹനത്തിന്റെ മുന്നിലേക്ക് ചാടിക്കയറാൻ ശ്രമിച്ചു. അങ്ങനെ ഒരു സീനുണ്ടാക്കി സംഘർഷഭരിതമായിട്ടൊരു അന്തരീക്ഷം നവകേരള സദസ്സ് നടക്കുന്ന ഓരോ സ്ഥലത്തും ഉണ്ടാക്കാനാണ് പരിശ്രമിച്ചത്. അതിന് കേരളത്തിലെ ഒരു പറ്റം മാധ്യമങ്ങളും കൂട്ടിച്ചേർന്നു. അങ്ങനെ ഒരു പ്രതീതി ഉണ്ടാക്കി ആ നവകേരള സദസ്സ് ആക്രമിക്കാനുള്ള കൃത്യമായൊരു പദ്ധതിയാണ് യൂത്ത് കോൺഗ്രസ് നേതൃത്വം ആവിഷ്കരിച്ചത്. അതിന്റെ പിന്നിൽ സുധാകര സതീശ സംഘമാണ്. അപ്പൊ അത് ഇതേവരെ ഉള്ള പര്യടനത്തിൽ വേണ്ടത്ര വിജയിച്ചില്ല എന്ന് വന്നപ്പോഴാണ് സമാപന പരിപാടി തിരുവനന്തപുരം ജില്ലയിലാണ്. അപ്പൊ തിരുവനന്തപുരം ജില്ലയിലെ ആ പരിപാടി സംഘർഷഭരിതമാക്കാനുള്ള ആസൂത്രിതമായ പരിപാടിയാണ് ഇന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റിന് മുമ്പിൽ കാണുന്നത്. അവിടെ വടിയടക്കം എടുത്തുകൊണ്ടാണല്ലോ യൂത്ത് കോൺഗ്രസുകാർ പോലീസിനെ ആക്രമിക്കുന്നത്. അപ്പൊ കൃത്യമായി മുൻകൂട്ടി പ്ലാൻ ചെയ്തൊരു പരിപാടിയാണ്. അപ്പോ തലസ്ഥാന നഗരി ചോരക്കളമാക്കാൻ വേണ്ടിയുള്ള ആസൂത്രിതമായിട്ടുള്ള നീക്കമാണ് യൂത്ത് കോൺഗ്രസ് നടത്തുന്നത്. അതൊരുതരം നിരാശയിൽ നിന്നാണ്. ഈ നവകേരള സദസ്സ് യഥാർത്ഥത്തിൽ ഗവൺമെന്റ് മന്ത്രിമാര് പ്രതീക്ഷിച്ചതിന് അപ്പുറം ഉള്ള ജനപങ്കാളിത്തത്തോടെ വിജയിക്കുന്നു. അതിൽ ഒരു വെപ്രാളമാണ് ഇന്ന് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. ഈ അക്രമ സമരമൊന്നും വിജയിക്കാൻ വേണ്ടി പോകുന്നില്ല. അനുബന്ധമെന്നോണം KPCC പ്രസിഡന്റും അതുപോലെ തന്നെ സതീശനും UDFന്റെ കൺവീനർ ഹസനും ഒക്കെ പറഞ്ഞിട്ടുള്ള വേറൊരു കാര്യം കൂടി നമ്മൾ ആലോചിക്കണം. ഗവർണറുടെ നടപടിയെ പൂർണ്ണമായിട്ടും പിന്തുണക്കുന്ന നിലപാടാണ് ഇവരെല്ലാം സ്വീകരിച്ചത്. ഏകപക്ഷീയമായി ചാൻസലർ യൂണിവേഴ്സിറ്റിയിലേക്ക് നോമിനേറ്റ് ചെയ്തിട്ടുള്ള സെനറ്റ് അംഗങ്ങളുടെ കാര്യത്തിൽ സംഘപരിവാറിന്റെ ആളുകളെയാണ് അവിടെ നോമിനേറ്റ് ചെയ്തത്. RSS അഖിലേന്ത്യാ തലത്തിൽ നടത്തുന്ന കാവ്യവൽക്കരണം യൂണിവേഴ്സിറ്റികൾ നടത്തുന്നതിന് വേണ്ടി കേരളത്തിൽ അതിന്റെ ഏജൻസി പണിയെടുക്കുന്ന ആളാണ് ആരിഫ് മുഹമ്മദ് ഖാൻ. അദ്ദേഹത്തിന്റെ നടപടികളെ പൂർണ്ണമായും പിന്തുണക്കുന്നത് വഴി കേരളത്തിൽ RSS BJPയുടെ പിന്തുണ കൂടി തങ്ങൾക്ക് ലഭിക്കണം എന്ന അടിസ്ഥാനത്തിലുള്ള ആസൂത്രിതമായിട്ടുള്ള പ്രസ്താവനകളാണ് ഈ മൂന്ന് നേതാക്കന്മാരും നടത്തിയത്. ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ കേരളത്തിൽ സംഘർഷമാണ്, അരക്ഷിതാവസ്ഥയാണെന്ന് വരുത്തി തീർത്ത് കേരളത്തിലെ LDF ഗവൺമെന്റിനെതിരായി കേന്ദ്ര ഗവൺമെന്റിനെ ഇടപെടിപ്പിക്കാനുള്ള ആസൂത്രിതമായിട്ടുള്ള പരിശ്രമമാണ്. പക്ഷെ അത് വിജയിക്കാൻ പോകുന്നില്ല. കാരണം ജനങ്ങൾ ഇതൊക്കെ കൃത്യമായി തിരിച്ചറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, ഇവിടെ കോൺഗ്രസുകാരല്ലാതെ UDFലെ മറ്റ് ഘടക പാർട്ടികൾ കോൺഗ്രസിന്റെ ഈ നേതാക്കന്മാരെ പോലെ വല്ലാത്ത വികാര പ്രകടനങ്ങൾ നടത്തുന്നില്ല. കോൺഗ്രസിന്റെ ഒരു പറ്റം നേതാക്കന്മാരാണ് ഈ തരത്തിൽ വിരളിയെടുക്കുന്നത് പോലെയുള്ള സമീപനവുമായിട്ട് വരുന്നത്. അതിനോട് UDFലെ അനുഭാവികൾക്ക് തന്നെ യോജിപ്പില്ല എന്നതാണ് ഇതേവരെയുള്ള സംഭവങ്ങൾ തെളിയിക്കുന്നത്. യൂത്ത് കോൺഗ്രസ് ഇക്കാര്യത്തിൽ ഇഷ്ടപ്പെടും എന്നാണ് എനിക്ക് പറയാനുള്ളത്. ശരി, നന്ദി. പി ജയരാജനാണ് നമ്മളോട് പ്രതികരിച്ചത്.